ഏതായാലും വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഒരു വലിയ വൻ നഷ്ടം തന്നെ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നമുക്ക് ഒരുമിച്ച് ഇതിനൊക്കെ നേരിടാം, അതേ പറ്റുള്ളൂ. സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ജില്ലാ ഭരണകൂടമുണ്ട്, മന്ത്രിയുണ്ട്, MLA ഒക്കെ ഇവിടെ ഉണ്ട്, ഇതിനൊക്കെ നേരിട്ടുണ്ട്, കളക്ടർ എല്ലാവരും ഉണ്ട്. ഓക്കെ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒറ്റക്കെട്ടായി വലിയ പ്രതിസന്ധിയാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം. കോഴിക്കോടിൻ്റെ ഓർമ്മയിൽ തന്നെ എടുക്കാൻ കഴിയുന്നില്ല. ഏതായാലും ഈ വലിയ ദുരന്തം വളരെ വേദനാജനകമാണ്. ഒരുപാട് പേരുടെ ജീവനോപാധിയാണ് ഇപ്പോൾ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിവുണ്ടാവട്ടെ. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഇതിനെ നേരിടാം. ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരൊക്കെ തന്നെ ആ ഒരു നിലക്ക് തന്നെ ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവരോടൊപ്പം ചേർന്നുകൊണ്ട് നമുക്കിതിനെ തരണം ചെയ്യാം. ആളപായമില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം. കാരണം കട അടഞ്ഞു കിടന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ 100 കണക്കിന് ജീവനക്കാർ ഉണ്ടാകുമായിരുന്നു. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് അവധി ദിവസമാണല്ലോ, അതുകൊണ്ടായിരിക്കാം. തൊഴിലാളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വലിയ രക്ഷപ്പെടലാണ് നമുക്കിവിടെ ഉണ്ടായിട്ടുള്ളത്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ പ്രതികരണമാണ് കണ്ടത്. നേരത്തെ മുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, കോഴിക്കോട് പരിസരത്തേക്ക് ഉള്ള ഗതാഗതം വലിയ തോതിൽ സ്തംഭിച്ചിരിക്കുകയാണ്. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. താളം തെറ്റിയിട്ടുണ്ട് അവിടുത്തെ ട്രാഫിക് സംവിധാനം. വലിയ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. ട്രാഫിക് സംശയമുള്ളവർക്ക് 04952721 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. ദൂരയാത്രകളോ മറ്റോ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രൈവറ്റ് ബസ്സുകളെ അടക്കം ആശ്രയിക്കുന്നവരുണ്ട്, ബുക്ക് ചെയ്ത ബസ്സുകളുണ്ട്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ ഒരു പരിഹാരം നിർദ്ദേശിക്കപ്പെടും എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. 04952721 എന്ന നമ്പറിൽ വിളിക്കാം എന്നുള്ളതാണ്.